ഭാരതീയ വിശ്വാസമനുസരിച്ച് ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമാണ് വിഷു. ഒരു വർഷത്തെ മുഴുവൻ ഫലങ്ങളും നാം ആദ്യം കാണുന്ന കണിദർശനത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് സങ്കല്പം. എന്നാൽ ആ കണി ലോകനാഥനായ ശ്രീ ഗുരുവായൂരപ്പൻ്റെ തിരുമുമ്പിലാണെങ്കിലോ? ഭക്തലക്ഷങ്ങൾ കാത്തിരിക്കുന്ന ഗുരുവായൂരിലെ വിഷുക്കണി ദർശനം കേവലം ഒരു ചടങ്ങല്ല, അതൊരു ആത്മീയ അനുഭവമാണ്. വിഷു തലേന്ന് രാത്രി പള്ളിക്കുറുപ്പിന് ശേഷം ഭഗവാനെ പള്ളിയുണർത്തിയാണ് കണിയൊരുക്കങ്ങൾ ആരംഭിക്കുക. ശ്രീകോവിലിനുള്ളിൽ മുഖമണ്ഡപത്തിൽ സ്വർണത്താലത്തിൽ ഭഗവാന്റെ പ്രഭയ്ക്ക് മാറ്റുകൂട്ടി കണിക്കോപ്പുകൾ നിരത്തുന്നു. ഓട്ടുരുളിയിൽ ഉണക്കലരി, കോടിമുണ്ട്, ഗ്രന്ഥം, വാൽക്കണ്ണാടി, കണിവെള്ളരി, മഞ്ഞപ്പട്ടുടുത്ത കൃഷ്ണവിഗ്രഹം എന്നിവയ്ക്കൊപ്പം കൊന്നപ്പൂക്കളും ഫലവർഗ്ഗങ്ങളും ദീപാരാധനയുടെ വെളിച്ചത്തിൽ തിളങ്ങി നിൽക്കും. ശ്രീ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹത്തിനു മുന്നിൽ മേൽപ്പത്തൂർ ഭട്ടതിരിയും പൂന്താനവും പാടിയ സ്തുതികൾക്കൊപ്പം ഈ കാഴ്ച കാണുന്നത് ഒരു ജന്മത്തിൻ്റെ പുണ്യമായാണ് കരുതപ്പെടുന്നത്. വിഷു ദിവസം പുലർച്ചെ 2 മണിയോടെയാണ് കണിദർശനം ആരംഭിക്കുക. കണ്ണു തുറക്കുമ്പോൾ ആദ്യം കാണുന്നത് സർവാലങ്കാര വിഭൂഷിതനായി നിൽക്കുന്ന കണ്ണനെയാണ്. വരി നിൽക്കുന്ന ആയിരക്കണക്കിന് ഭക്തർക്ക് മേൽശാന്തി കൈനീട്ടം നൽകുന്ന പതിവുമുണ്ട്. ഭഗവാന്റെ തൃക്കൈകളിൽ നിന്ന് ലഭിക്കുന്ന ആ നാണയത്തൊട്ടുകൾ ഒരു വർഷത്തെ മുഴുവൻ സമ്പൂർണതയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായി ഭക്തർ നെഞ്ചിലേറ്റുന്നു. കൊന്നപ്പൂവിൻ്റെ മഞ്ഞയും ഭഗവാന്റെ പീതാംബരവും ഒത്തുചേരുന്ന ആ നിമിഷം ഭക്തമനസ്സുകളിൽ ഭക്തിയുടെയും പ്രത്യാശയുടെയും പുതിയൊരു ഉദയമാണ് സമ്മാനിക്കുന്നത്. തിരക്കുകൾക്കും ആകുലതകൾക്കുമിടയിൽ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഒരു വർഷം ആരംഭിക്കാൻ പൊന്നു ഗുരുവായൂരപ്പൻ്റെ ഈ കണിദർശനം സഹായിക്കുന്നു. മലയാളിയുടെ സാംസ്കാരിക പൈതൃകത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഉത്തമോദാഹരണമാണ് വിഷു. ഏവർക്കും ഐശ്വര്യപൂർണമായ ഒരു വിഷുക്കാലം ആശംസിക്കുന്നു.